നമ്മൾ കായലിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂളിൽ തുറക്കും. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ കുറച്ച് ബുക്കൊക്കെ മേടിക്കാൻ പോയിരുന്നു. എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ബുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അയ്യോ, ഹലോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ബുക്ക് മലയാളമാണ്. മലയാളം എല്ലാവർക്കും കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് മലയാളമാണ് ഗൈസ്. വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ? മലയാളമാണ്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. അടുത്ത നമുക്ക് ബുക്ക് നോക്കാം. അടുത്ത ആക്ടിവിറ്റി ബുക്കാണ് ഗൈസ്. ഞാൻ പേര് മാത്രം പറഞ്ഞു ഒരു ബുക്കിൻ്റെ. രണ്ട് മലയാളം ഉണ്ട് ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ മലയാളം കിട്ടിയിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റി ബുക്കും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു ആക്ടിവിറ്റി ബുക്കും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവന് കുറേ ആക്ടിവിറ്റി ബുക്ക് ഉണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. പിന്നെ ഒരു മാത്സിൻ്റെ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ആക്ടിവിറ്റി ബുക്കിൽ നിന്ന് പോയത്. പിന്നെ മലയാളം വേറൊന്നും കൂടി കിട്ടിയിട്ടുണ്ട്. വേറെ ഇംഗ്ലീഷ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതാ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേരാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറെ മാത്സിൻ്റെ ബുക്കും കൂടി അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു ഹിന്ദി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ വേറൊരു ഇംഗ്ലീഷ്. പിന്നെ വേറൊരു SS. പിന്നെ വേറൊരു ഏതാ ബുക്കാണ് ഗൈസ്. അതിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇതും വേറെ ഏതൊരു ബുക്കാണ്. വായിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഒന്നിൻ്റെയും പേര്. ഒരു ഹിന്ദി ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു മാത്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബുക്കും കൂടി ഉണ്ടാകുന്നതെന്ന് നോക്കാം. അത് മലയാളമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ
കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പിന്നെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എനിക്ക് കുറച്ച് കളർ ബുക്കൊക്കെ തന്നിട്ടുണ്ട്. ഒരു കഥാബുക്ക് കൂടിയുണ്ട്. ഫസ്റ്റ് ഒരു കളർ ബുക്കാണ് ഗൈസ്. ഫസ്റ്റ് ഒരു കഥാബുക്കാണ് ഗൈസ്. ഈ കഥ ഉണ്ടോ? ഈ കഥ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഗൈസ്? നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനത് വായിച്ചു തരാം. ഗുണപാഠ കഥകൾ. കാറ്റും സൂര്യനുമാണ് ഫസ്റ്റ് കഥ. അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കളർ ബുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെ കളർ ചെയ്യാൻ തന്നിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ലോട്ടസ് തന്നിട്ടുണ്ട്. ലോട്ടസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ജാസ്മിൻ തന്നിട്ടുണ്ട്. പിന്നെ അനേമോൻ തന്നിട്ടുണ്ട്. അത് ചെടിയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പെങ്കോണിയ എന്ന് പറയുന്ന ചെടിയുണ്ട്. ആ റോസാപ്പൂ നമുക്ക് ഇരിക്കുന്ന ചെടിയാണ്. പിന്നെ ഫ്രീസിയ അങ്ങനെ ചെടി ഇട്ടിട്ടുണ്ട്. പിന്നെ അദൂറിയും അത് അങ്ങനെ ഒന്നുണ്ട്. പിന്നെ മാരിഗോൾഡ്. മാരിഗോൾഡ്. പിന്നെ ക്രോക്കസ്. പിന്നെ ക്രോക്കസ് ഉണ്ട്. പിന്നെ ഒരു ലില്ലി ഉണ്ട്. പിന്നെ ലാസ്റ്റ് റോസും കൂടിയുണ്ട്. ഇനി നമുക്ക് എൻ്റെ ബേർഡ്സിൻ്റെ ബുക്ക് പോവാം. അത് പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് ഒരു പ്രാവിനെ കണക്ക് തന്നിരിപ്പുണ്ട്. ഇത് പ്രാവാണ് ആയിരിക്കും. പ്രാവ് തന്നെയാണ് ഗൈസ്. പിന്നെ ഒരു പീക്കോക്ക് ഉണ്ട്, ഒരു ഡക്കുണ്ട്, ഒരു ക്രോ ഉണ്ട്, ഒരു ക്യുവായിലുണ്ട്. ക്യുവായി അതെന്തോന്ന് എനിക്കറിയില്ല. കോക്കുണ്ട്. പിന്നെ വുഡ് പേക്കറുണ്ട്. പിന്നെ സ്വാനുണ്ട്. പിന്നെ ഫ്ലാമിംഗോ ഉണ്ട്. പിന്നെ കുക്കുണ്ട്. പിന്നെ കിങ് ഫിഷർ ഉണ്ട്. പിന്നെ സ്പാരോ ഉണ്ട്. പിന്നെ ഓസ്ട്രിച്ച് ഉണ്ട്. പിന്നെ പാരറ്റ് ഉണ്ട്. പിന്നെ റോബിൻ. പിന്നെ ഈഗിൾ, കൈറ്റ്, ക്രെയിൻ, മൈന. ഇനി ഏതൊക്കെ നമ്മൾ നോക്കാം. ഹോൺബിൽ, പെലിക്കൻ, റെഡ് കാനറി, എനിക്കിൻ്റെ പേരറിയത്തില്ല. പിന്നെ ടൗക്യാൻ എന്ന് പറയുന്നുണ്ട്. ഹമ്മിങ് ബേർഡ്, വൾച്ചർ, സ്വാലോ, ഔൾ, ടാർക്കി. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇനി വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. അടുത്ത വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണേ ഗൈസ്. താങ്ക് യു.